കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയിലായിരുന്നപ്പോൾ അനേകരും ക്രൂശിൻ്റെ ശത്രുക്കളായിരിക്കുന്നത് കാണുന്നു. എന്ന് പറഞ്ഞാൽ ഒരു താഴ്മ ധരിക്കാത്ത തന്നിഷ്ടക്കാരായി എന്തും പ്രവർത്തിക്കാം എന്നുള്ള ഒരു ഇതിൽ സഭയിൽ പ്രവർത്തിക്കുന്നവരെ കണ്ട് വിഷമത്തോടെ പൗലോസ് എഴുതുന്ന ആ ഒരു വാക്കാണ്. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്ന്. അപ്പോൾ ഉയരത്തിലുള്ളത് അല്ലെങ്കിൽ അഴിയാത്തത്, ക്രിസ്തുവിനിടത്തിലുള്ളത്, മേലോകത്തിലുള്ളത് ചിന്തിക്കാതെ ഈ ഭൂമിയിൽ അഴിഞ്ഞു പോകുന്ന ഒന്നിനു വേണ്ടി തങ്ങളുടെ അധ്വാനം അല്ലെങ്കിൽ തങ്ങളുടെ ആരോഗ്യം, തങ്ങളുടെ ആയുസ് മുഴുവനും അങ്ങനെ തീർത്ത് തങ്ങളുടെ വയറാണ് ദൈവമെന്ന് കരുതി വയറിന് വേണ്ടി തങ്ങളുടെ കുടുംബത്തിൻ്റെ വയറിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെ കണ്ട് കണ്ണുനീരോട് പറയുകയാണ്, നിങ്ങളൊക്കെ ക്രൂശിൻ്റെ എതിരാളികളാണ് എന്ന്. സ്നേഹിതനായിരിക്കുന്ന ഒരാൾക്ക് ഒരു വീട്ടിൽ ചെന്ന് കയറാൻ പറ്റും. നാം ഒരു വീട്ടിൽ അവരോട് നാം സ്നേഹമില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഒരു കുടുംബത്തലവൻ നമുക്ക് സ്നേഹിതനായിരുന്നാൽ നമുക്ക് ഓടിച്ചൊല്ലുവാൻ പറ്റും. സ്നേഹിതരില്ലാതിരുന്നാൽ ആ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ പൈതങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ നാം ക്രൂശിൻ്റെ പകയാളികളായിട്ട് അന്യരായി തീരാതെ നാം ദൈവത്തിൻ്റെ സ്നേഹമുള്ളവരായി നാം മാറണം. ഈ ലോകത്തിൻ്റെ അടുത്തുള്ള കാര്യത്തിനേക്കാളും അധിക ശ്രദ്ധ നാം സ്വർഗീയ കാര്യങ്ങളിൽ നാം ചെലുത്തേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നാം കാണുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു എന്ന്. പ്രിയ ദൈവമക്കൾ, നമ്മുടെ പൗരത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഒരു ഇന്ത്യൻ പൗരത്വം ഉള്ളത് കൊണ്ടാണ് നാം ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്നത്. ഒരു അന്യരാജ്യക്കാർക്ക് ഇന്ത്യൻ പൗരനായിട്ട് വന്ന് ഇവിടെ താമസിക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കുള്ള ഒരു പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് യേശുക്രിസ്തു വീണ്ടും വന്ന് നമ്മെ ചേർത്ത് കൊള്ളും എന്നുള്ള ആ ഒരു പ്രത്യാശയിലാണ് നാം കാത്തിരിക്കുന്നത്, രക്ഷിതാവ് വരുമെന്ന്. അപ്പോൾ ആ രക്ഷിതാവ് വരുമെന്ന്, ആ രക്ഷിതാവിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ ഈ ലോകത്തിനുള്ളതിനെ സ്നേഹിച്ച് ലോകത്തിനുള്ള കാര്യങ്ങൾക്കായി അല്ലെങ്കിൽ വയറ്റിൻ്റെ കാര്യത്തിനായി തീറ്റയും കുടിക്കും വേണ്ടി മാത്രം നാം അധ്വാനിച്ച് ആ ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണെങ്കിൽ നാം ക്രൂശിൻ്റെ എതിരാളികളായി മാറും. ഒരിക്കലും ക്രൂശിൻ്റെ സ്നേഹിതരായി മാറത്തില്ല. നമ്മുടെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട്, നമ്മുടെ നിന്ദകൾ, വേദനകൾ സഹിച്ചുകൊണ്ട്, നമ്മുടെ കണ്ണുനീരിൻ്റെ ബാധകളായാലും നാം ആ ഒരു മേൽലോകത്തിലുള്ളത് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലുള്ളതിനെ ലാക്കാക്കി നാം ഓടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും യേശുക്രിസ്തു വരുമ്പോൾ നാം അവനോടുകൂടെ പോകുവാൻ സാധിക്കും. അങ്ങനെ രക്ഷിതാവായി വരുന്ന യേശുവിനെ എതിരേൽപ്പാൻ നമുക്കും ഒരുങ്ങുവാനുള്ള കൃപ ദൈവം നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ കർത്താവെ ഈ ലോകത്തിൽ ഉള്ള അല്പകാല ജീവിതത്തിന് വേണ്ടി കർത്താവെ ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യം എല്ലാം കളയാതെ കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ കർത്താവെ വരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ കർത്താവെ കാലിൽ ഒരുക്കുവാൻ ദൈവമേ നമുക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ വചനങ്ങൾക്ക് അനുസരിച്ച് അങ്ങയുടെ തിരുഹിതം ചെയ്ത് ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.